ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ല. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ്. അതിനു മുമ്പ് ഞാൻ ചിക്കൻ വാഷ് ചെയ്യുമ്പോൾ ഒരു ടിപ്പ് പറഞ്ഞു തരാം. ലെമൺ ആഡ് ചെയ്തിട്ട് വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല സൂപ്പർ ക്ലീൻ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ചിക്കൻ വാഷ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ച് പിന്നെ നമ്മുടെ കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇങ്ങനെയുള്ള കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കുറച്ചൊരു ബ്രൗൺ കളർ ആയ ശേഷം അതിലേക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കതൊരു ബ്രൗണിഷ് കളറായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ചില്ലി പൗഡർ അതിന് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഗ്രീൻ ചില്ലി ഇടുന്നുണ്ട്. പിന്നെ കരിയാപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് ഒനിയനും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ജിഞ്ചർ ഗാർലിക് അല്ലാണ്ട് കട്ട് ചെയ്ത് ഇടാനാണെങ്കിൽ ഇടാം, പക്ഷെ ഇതാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി ഈ ഒരു രീതിയിൽ വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാല്, രണ്ടാം പാല്, കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു രണ്ടാം പാല് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതൊന്ന് ഒഴിച്ച് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ഒരു പൊട്ടാറ്റോ, പിന്നെ ഞാനൊരു പകുതി ക്യാരറ്റേ എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഒത്തിരി ചിക്കൻ ഞാൻ ഇടുന്നില്ലാത്തതുകൊണ്ട് ഞാനൊരു പകുതി ക്യാരറ്റേ എടുത്തുള്ളൂ. അത് ഇട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പെപ്പർ പൗഡർ അല്ല, ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് പൗഡറാണ് ഇടുന്നത്. അതാണ് നല്ലത്. അങ്ങനെ നമ്മൾ പെപ്പർ പൗഡറൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു, പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പെപ്പർ പൗഡർ ഇട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. അതൊഴിച്ച് നമ്മൾ തിളയ്ക്കരുത്. ജസ്റ്റ് ഓഫാക്കിയതിന് ശേഷമേ ഒന്നാം പാൽ ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഇതുപോലെ എണ്ണയിൽ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം.